ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോയി ഒത്തുചേരുന്ന ഒരു നിമിഷമാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം എൻ്റെ കുടുംബ വീട്, ആ കുടുംബ വീട്ടിൽ എൻ്റെ ആങ്ങളയും നാത്തൂനും മക്കളും എല്ലാം ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും കൂടുന്നത് പോലെ ഞങ്ങൾ ഈ വർഷവും ഒന്ന് ഒത്തുകൂടി, എല്ലാവരും കൂടി ഒത്തുകൂടി സന്തോഷകരമായിട്ടൊരു ഉള്ളൊരു നിമിഷമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. അപ്പം എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ അന്ന് രാത്രിയിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഓണത്തിന് മുന്നേ അവർ പോവും. അവർക്കിപ്പോഴാണ് ലീവ്. അപ്പോൾ അവർക്ക് നമുക്ക് ഓണത്തിന് നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടാമല്ലോ. പക്ഷേ അവരിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും ഞങ്ങൾ കൂടുന്നത് പോലെ ഈ വർഷവും ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ശനിയും ഞായറുമായിട്ടാണ് ഞങ്ങൾ ഒത്തൊരുമിച്ച് ആഘോഷിച്ചത്. പിന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കൊരു കേക്കൊക്കെ വാങ്ങിച്ച് അമ്മയെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. പിന്നെ അമ്മയ്ക്ക് പൊന്നാട അണിയിച്ചു. മക്കളെല്ലാവരും കൂടി ചേർന്ന് പൊന്നാട അണിയിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് വലുത്. ഞങ്ങൾക്കെന്നല്ല, ലോകത്തിലെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അമ്മയുടെ സന്തോഷമാണ് നമുക്ക് എല്ലാം. അപ്പോൾ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. കൊച്ചുമക്കൾ പൊന്നാട അണിയിച്ചു. കുഞ്ഞാമ്മയുടെ ഡാൻസും പാട്ടും എല്ലാം കണ്ടില്ലേ? കുഞ്ഞാമ്മയും കേശുക്കുട്ടനും തകർത്തു കേട്ടോ. ഭയങ്കര ഡാൻസാണ് കുഞ്ഞാമ്മയും കേശുക്കുട്ടനും കൂടി അന്നവിടെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളും ഒക്കെ ഡാൻസ് കളിച്ചു. ഞങ്ങളും പാട്ടുപാടി ഡാൻസ് കളിച്ചു. പിന്നെ സിനിമ പേര് പറഞ്ഞുള്ള കളികൾ കളിച്ചു. പിന്നെ രാവിലെയായി. അങ്ങനെ അന്നവിടെ എല്ലാവരും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഭയങ്കര മഴയുണ്ടായിരുന്നേ. അപ്പം വെളുപ്പാങ്കാലത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ മഴയെല്ലാം നനഞ്ഞ് കിടക്കുവാണ് അവിടെല്ലാം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം. അവിടെ പോയി തൊഴാനായിട്ട് പോവുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഇതേ കണക്കൊക്കെ പോകുമ്പോൾ മാത്രമേ നമ്മൾ അമ്പലത്തിൽ പോകാറുള്ളൂ. വല്ലപ്പോഴുമൊക്കെ ചില സമയത്തൊക്കെ ചെല്ലുമ്പം വൈകുന്നേരത്തായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പോകാറില്ല. അന്നേരം ആ സമയത്ത് വൈകുന്നേരത്തൊക്കെ ടൈമും കിട്ടത്തില്ല പോകാൻ. അതുകൊണ്ട് പോകാറില്ല. പിന്നെ ഇന്നാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നതല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ കുറേ പൂവുണ്ടായിരുന്നേ. ഈ പൂവെല്ലാം കൂടി പിച്ചി, തെറ്റിപ്പൂവും പിച്ചിപ്പൂവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പിച്ചി അമ്പലത്തിൽ കൊടുത്തു. തേങ്ങയൊക്കെ അടിച്ചു. എൻ്റെ ഒരു പഴയ കൂട്ടുകാരനാണിത് കേട്ടോ. ഞങ്ങൾ LKG മുതൽ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. പിന്നീട് കേശുവാണെങ്കിൽ തേങ്ങ അടിക്കുകയാണ്. ഒറ്റയടി എന്തായാലും അതങ്ങ് പൊട്ടി.
പിന്നീട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണെങ്കിൽ അന്ന് ഉച്ചക്കലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട്. മണി ചേച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും മണി ചേച്ചി വരും. നമ്മൾ വിളിക്കാത്ത താമസമേ ഉള്ളൂ. ചേച്ചി അപ്പോഴത്തേക്കിനും ഓടി വരും. നമ്മുടെ വീട്ടിൽ എല്ലാ സഹായത്തിനും അമ്മയ്ക്ക് എല്ലാ ഹെൽപ്പും ചെയ്യും. വേണ്ടുന്ന കാര്യം അമ്മയ്ക്ക് നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് ചേച്ചി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വന്നതല്ലേ, അപ്പം ചോറ് വയ്ക്കുകയാണ് പുറത്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു കലം എടുത്തപ്പോൾ അത് ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വലിയൊരു ചരുവത്തിനകത്ത് പിന്നീട് ഞങ്ങൾ ചോറ് വെക്കുകയാണ്. ഇതാണ് മണി ചേച്ചി ഇതാണ് ഞങ്ങളുടെ മണി ചേച്ചി. മണി ചേച്ചി ആണെങ്കിൽ എല്ലാത്തിനും നമ്മുടെ കൂടെ വളരെ ഹെൽപ്ഫുള്ളാണ് ആൾ. ഇത് ചക്ക എരിശ്ശേരിയാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ അന്ന് പിന്നെ ഉച്ചയ്ക്ക് വളരെ വിഭവസമൃദ്ധമായ ഊണായിരുന്നു. ചിക്കൻ ഫ്രൈയും മീൻ കറി, മീൻ പൊരിച്ചത്, ചിക്കൻ കറി, ചീനി എല്ലാം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അമ്മ എല്ലാ ജോലിയും അമ്മ അങ്ങ് ചെയ്തോളും. നമ്മൾ പിന്നെ കുഞ്ഞാമ്മയാണെങ്കിൽ അവിടെ എല്ലാം ഉണ്ണിയപ്പം കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാം വായി വെച്ച് കൊണ്ട് തരികയാണ്. അവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഉണ്ണിയപ്പം. പിന്നെ ചക്ക ചേച്ചി ഒരു ചക്ക കൊണ്ടുവന്നു മണി ചേച്ചി ഞങ്ങൾക്ക്. അപ്പോൾ അത് അവർ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ.